ഞാൻ ദൈവമായിട്ട് കാണുന്ന ഒരു സാധനമാണ് ജട്ടി. ഈ വിളക്ക് യുഗത്തിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മൾ ജട്ടി യുഗം കൊണ്ടുവരണം. നിങ്ങൾ ഡിങ്ക ദൈവത്തിന്റെ ആളാണ്. ഡിങ്കനൊന്നും ഞാൻ പറഞ്ഞില്ല, എക്സാമ്പിൾ പറഞ്ഞെങ്കിൽ ജട്ടി മാറ്റി ബ്രായിരിക്കും. എന്റെ ചോദ്യത്തിന് എന്തെങ്കിലും ഒരു നല്ല ഉത്തരം ഇതിന്റെ കറക്റ്റ് ഉത്തരങ്ങളാണ്. ഈ ശാപമൊക്കെ കേൾക്കാറുണ്ടോ? ശാപം ഉദ്ദേശിക്കാൻ നീ മറ്റേ മുടിഞ്ഞു പോകും അങ്ങനെയുള്ള ഇതാണ്. മുട്ട് കുത്തിക്കും. മുട്ട് ഞാൻ കുത്തും, ഇടയ്ക്കിടയ്ക്ക് കുത്താറുണ്ട്, കുത്തിക്കാറുണ്ട്. ബട്ട് മാതാവിനെപ്പുള്ളത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചേട്ടന്റെ ഏറ്റവും കൂടുതലുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഡബിൾ മീനിങ്. ഇത് ഡബിൾ മീനിങ് ഒന്നുമല്ല, ഇത് നേരെയുള്ള മീനിങ് അല്ലേ. നമുക്ക് ഇത് പറയാനുള്ള അവകാശം ഇവിടെ ഇല്ലേ? ഇപ്പൊ ഞാനും വിശ്വാസിയായിരുന്നല്ലോ, എനിക്ക് കുരുപൊട്ടലുണ്ടായിരുന്നു. പഠിക്കാൻ തോന്നി, ഞാൻ അതിനെ കുറിച്ച് പഠിച്ചു. ഞാൻ കൂടുതൽ വിശ്വാസത്തിലോട്ട് പോകാൻ വേണ്ടി പഠിച്ചതാണ്. ബൈബിള് തുറന്നു വെച്ചിട്ട് ബൈബിളിനെ തിരുത്താൻ ശ്രമിച്ച ആളാണ് ഞാൻ. 400 പേജ് എഴുതിയപ്പോഴാണ് ഞാൻ തിരുത്തപ്പെട്ടത്. അതോടെ അടച്ചു വെച്ചിട്ട് ഞാൻ എൻ്റെ പണി നോക്കി. പ്രകാശത്തിന് ശേഷം സൂര്യൻ ഉണ്ടായത് ബൈബിളിൽ അങ്ങനെയാണ്. ആദ്യം പ്രകാശം വരുന്നു, പിന്നെ സൂര്യൻ വരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടായി. അപ്പോൾ 2 പ്രകാശം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സൂര്യനെ നോക്കും. സൂര്യനൊന്ന് മറഞ്ഞ് നമുക്ക് വേറെ വെട്ടം വല്ലതും വരുന്നുണ്ടാകും, സൂര്യൻ മറച്ചു വെച്ചിട്ടൊക്കെ നോക്കാം. അത്രയും വിഡ്ഢിയായിരുന്നു. വിശ്വാസികൾക്ക് നേരെ അഭിപ്രായം പറയാൻ പാടില്ല. വിശ്വാസിക്ക് എന്താ അഭിപ്രായം പറയാം? അതെന്ത് ന്യായമാണ്? വിശ്വാസികൾക്ക് ഈ പറയുന്ന യൂട്യൂബ് ചാനൽ വഴി ക്യാൻസർ പോവും ഡയബറ്റീസും എല്ലാം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളെ കുരു പൊട്ടിക്കാം, നമുക്ക് തിരിച്ച് കുരു പൊട്ടിച്ചിടാം. 2 നേരം പൊട്ടണം. ഞാൻ നല്ല മധുരം ഒരിക്കും തരുന്നു. മധുരം കഴിച്ചുകൊണ്ട് നിങ്ങൾ മാതാവിനിലൂടെ ഈ ഡയബറ്റീസിനെ പിടിച്ചു തരണം. 5 ലക്ഷം രൂപ കൊടുക്കാൻ. ബാക്കിയെല്ലാം ഫ്രീ ആണ്. അപ്പോൾ അത് അറിയാവുന്ന ആളായിരിക്കുമല്ലോ ജോസഫ് എന്ന് പറഞ്ഞ ആൾ, കൃപാസനം ജോസഫ് അല്ലേ. പൈസയ്ക്ക് വേണ്ടി യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല ലോകത്ത് ഒരു സ്ഥലത്തും. അത് നമുക്ക് റിപ്പോർട്ട് ചെയ്ത് കൂട്ടിക്കാൻ പറ്റും ആ ചാനൽ. അതുകൊണ്ടാണ് അവർ ചെയ്യാത്തത്. കാര്യം അവരുടെ വരുമാന മാർഗം വേറെയാണ്. ഇതുവഴി പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഓരോ സാധനങ്ങൾ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഷിജിൻ ചേട്ടനാണ്. നമസ്കാരം. നമസ്കാരം. ഫേസ്ബുക്കിൽ എന്തുവാ ചേട്ടാ ചേട്ടൻ്റെത് കാണുമ്പോൾ എല്ലാവരും ചേട്ടൻ ഒരു പേരോടെ വിളിക്കാറുണ്ട്, മൊട്ട. മൊട്ട എന്നുള്ളൊരു ഐഡന്റിറ്റി തന്നെയാണ്. മൊട്ട. ഞാൻ ആദ്യ കാലങ്ങളിൽ ചേട്ടന് സംസാരിക്കാനാണ് കുറേ കാര്യങ്ങളുണ്ട് നമുക്ക്. ആദ്യമായിട്ട് ഞാൻ സംസാരിക്കുന്നത്, എനിക്ക് പെട്ടെന്ന് ചേട്ടനെ കണ്ടപ്പോൾ തോന്നിയത് കൃപാസനത്തിന് എടുത്തിട്ട് അലക്കി. എനിക്കറിയില്ല, എപ്പോഴും കൃപാസന പത്രത്തിലെ മാതാവിനെ കുറിച്ചും അതിനിടയിലുള്ള കമന്റ്സ് ആണ് വായിക്കുന്നത്. ശപിക്കുക ചെയ്യുന്നത്. ഈ ശാപമൊക്കെ കേൾക്കാറുണ്ടോ? എനിക്കതിലൊന്നും വിശ്വാസം ഇല്ലല്ലോ, ശാപത്തിലൊന്നും. അതായത് ഇപ്പൊ ശാപം ഉദ്ദേശിക്കാൻ നീ മറ്റേ മുടിഞ്ഞു പോകും അങ്ങനെയുള്ള ഇതാണ്. മാതാവ് മുട്ട് കുത്തിക്കും. മുട്ട് ഞാൻ കുത്തും, ഇടയ്ക്കിടയ്ക്ക് കുത്താറുണ്ട്, കുത്തിക്കാറുണ്ട്. ബട്ട് മാതാവിനെപ്പുള്ളത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചേട്ടന്റെ ഏറ്റവും കൂടുതലുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഡബിൾ മീനിങ്. ഇത് ഡബിൾ മീനിങ് ഒന്നുമല്ല, ഇത് നേരെയുള്ള മീനിങ് അല്ലേ. ഡബിൾ മീനിങ് പറയുന്ന പ്രശ്നമില്ല. ചേട്ടനെ കുറിച്ച് എനിക്ക് കൃത്യമായി അറിയുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ആ നമ്മൾ തമ്മിലുള്ള ഒരു ഫേസ്ബുക്കിൽ ഓരോരോ എഴുതുന്ന അതിന്റെ മനസ്സിലാവുന്നതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ചിരി വരുന്നത്. ഞാനൊരു കാര്യം പറയാം, ഒരു വിശ്വാസിന് എനിക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട് ഏത് മതവും വിശ്വസിക്കാം, അത് പ്രചരിപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നുണ്ട് ശാസ്ത്രത്തിൽ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ എന്ത് പറയണം, അന്ധവിശ്വാസങ്ങളെ തകർക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ കൃപാസനം പോലൊരു പള്ളിയിൽ, അല്ലെങ്കിൽ ഇന്നിപ്പോൾ KSRTC, ചേട്ടനീ വൈറ്റിലെ ചെന്ന് നിന്നാൽ മതി. വൈറ്റിലെ ചെന്ന് നിൽക്കണ്ട, ഇപ്പോൾ ഇവിടെ കൂടെ പോകുന്ന ആലപ്പുഴ ഉള്ള എല്ലാത്തിനും കൃപാസനം ഒരു സ്റ്റോപ്പാണ്. അതൊരു വരുമാനമാണ്. അതായത് എക്സ്ട്രാ മറ്റുള്ളവർക്ക് ഒരു വരുമാനമാണ്. അങ്ങനെയുള്ളപ്പോൾ കുറേ ആളുകൾ വിശ്വസിക്കുന്നതിന് എങ്ങനെയാണ് ചേട്ടൻ ഇത്ര വളരെ എന്താ പറയുക, ഏറ്റവും നമ്മൾ ഒരു പരിധിയുണ്ട് കളിയാക്കുന്നത്. നിങ്ങൾക്ക് അതിൽ വിശ്വസിക്കാതിരിക്കാം എന്നുള്ള ഒരു താത്വികമായിട്ടുള്ള ഒരു വർത്തമാനം. ഞാൻ ആക്ച്വലി വിശ്വാസികളെ ഒന്നും പറയാറില്ല. ഞാൻ പറയുന്ന ഏതെങ്കിലും വീഡിയോയിൽ വിശ്വാസികളാണ് പറയുന്നത്. ഞാൻ ആ വിശ്വാസത്തിനല്ലേ പറയുന്നത്. എക്സാമ്പിൾ ക്യാൻസർ മാറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാൻസർ എങ്ങനെയാണ് മാറുന്നു എന്ന് പറയും. ഡയബറ്റീസ്, ഞാൻ ഇടയ്ക്ക് എൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡയബറ്റീസ് കൃപാസനത്തിൽ പോയിട്ട് ആർക്കെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ദിവസം എൻ്റെ കൂടെ ഒന്ന് താമസിച്ചിട്ട് നിങ്ങൾ തെളിയിക്കണം. നിങ്ങൾക്ക് ഫുഡ് ഞാനായിരിക്കും തരുന്നത്, ഒരു മെഡിസിനും ഞാൻ നിങ്ങൾക്ക് തരത്തില്ല. നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സാധനം കൃപാസനം മാതാവിൻ്റെ ഉപ്പും എണ്ണയും അല്ലെങ്കിൽ ആ പടങ്ങളും അവിടുത്തെ സാധനങ്ങളും ഒക്കെയാണ്. ബാക്കി ഫുഡെല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യും. ഞാൻ നല്ല മധുരം ഒരിക്കും തരുന്നത്. മധുരം കഴിച്ചുകൊണ്ട് നിങ്ങൾ മാതാവിനിലൂടെ ഈ ഡയബറ്റീസിനെ പിടിച്ചു നിർത്തണം. 5 ലക്ഷം രൂപ കൊടുക്കാന്ന് പറയും. ബാക്കിയെല്ലാം ഫ്രീ ആണ്. കൂടെ താമസിക്കുന്ന എല്ലാം ഫ്രീ, ഫുഡെല്ലാം ഞാൻ കൊടുക്കും. 5 സ്റ്റാർ സെറ്റപ്പിൽ ജീവിക്കാം. ഈ 5 ലക്ഷം എന്ന് പറയുന്നത് വിശ്വാസം, അല്ലെങ്കിൽ ഇങ്ങനെ ഈ പറയുന്ന ഇപ്പം നമ്മൾ തന്നെയും ഈ പറഞ്ഞ പോലെ അവിടെ പോയപ്പോൾ ഞങ്ങളുടെ അസുഖം മുഴുവൻ കുറഞ്ഞു, അല്ലെങ്കിൽ പണ്ട് ഇങ്ങനെ കോമഡി ആയിട്ടൊക്കെ ഇറങ്ങാറുണ്ട്. എൻ്റെ പെട്രോൾ തീർന്നപ്പോൾ കൃപാസനം പത്രം കീറിയിട്ടു, പെട്രോൾ ടാങ്ക് ഫുള്ളായി, ഇങ്ങനെ പറയണ്ട. ഇതിനെ ഒന്ന് കളിയാക്കാനാണോ ഉദ്ദേശിക്കുന്നത്? അതോ 5 ലക്ഷം അങ്ങനെ ഒരാൾക്ക് ഇപ്പം ചിലവർക്കുണ്ട് ഈ ബില്ലി, അതായത്
എന്താ അതിന് പറയുക, ഈ പ്രകൃതിയിൽ ഒരു ഗ്രാവിറ്റി ഉണ്ട്. അതായത് നമ്മൾ എന്ത് വിശ്വസിക്കുന്നു അതാണ് നമുക്ക് റിട്ടേൺ കിട്ടുന്നത്. നല്ലത് വിശ്വസിച്ചാൽ നല്ലത് കിട്ടും എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥത്തിലായിരിക്കും അവർക്ക് അസുഖം കുറഞ്ഞു എന്ന് പറയുന്നത്. അപ്പോഴും ഞാൻ പറയുന്നത് നല്ലത് ചെയ്താൽ നല്ലത് കിട്ടുമെന്നുള്ള ഒരു സിദ്ധാന്തത്തിലൊന്നും ഞാനില്ല. അപ്പോൾ ഇനി ആ കാര്യം പറയാം. ഇതൊരു യൂട്യൂബ് ചാനലല്ലേ? അതെ. മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ടുണ്ടോ? അതെ. എന്തിനാ ചെയ്തത്? പൈസ വരാൻ തന്നെ. അപ്പോൾ എന്തുകൊണ്ട് ഈ ജോസഫ് എന്ന് പറഞ്ഞ പുള്ളി ഈ കൃപാസനം യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാത്തത്? ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പരസ്യം വരുന്നില്ലേ? നമ്മുടെ ചാനലിൽ പരസ്യം വരുന്നുണ്ടോ? അങ്ങനെയല്ലേ വരുമാന മാർഗം. അതെ. അപ്പോൾ യൂട്യൂബ് ചാനലിൽ ഒരു പൈസ വേണ്ടെന്ന് തീരുമാനിക്കുന്ന മില്യൺ വ്യൂവും അല്ലെങ്കിൽ മില്യൺ സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനൽ എന്തുകൊണ്ട് മോണിറ്റൈസേഷൻ ചെയ്യുന്നില്ല? അറിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിന് വരുമാനം വേണ്ടെന്നല്ലേ? അതെ, അതിനുള്ള വരുമാനം വേണം. എങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഈ ചാനലിൽ കൂടെ അത് മോണിറ്റൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 ദിവസം കൊണ്ട് ഞാൻ ആ ചാനൽ പൂട്ടിച്ചേരും. എങ്ങനെ ഇരിക്കും? അപ്പോൾ അത് അറിയാവുന്ന ആളായിരിക്കുമല്ലോ ജോസഫ് എന്ന് പറഞ്ഞ ആൾ, കൃപാസനം ജോസഫ് അല്ലേ? എന്തായിരിക്കും കാര്യം? അതായത് നിങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ, അസുഖം മാറും അല്ലെങ്കിൽ എന്താണ് മറ്റേ ഈ അവിടെ നടക്കുന്ന എല്ലാ സാധനങ്ങളും പൈസയ്ക്ക് വേണ്ടി യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല ലോകത്ത് ഒരു സ്ഥലത്തും. അത് നമുക്ക് റിപ്പോർട്ട് ചെയ്ത് കൂട്ടിക്കാൻ പറ്റും ആ ചാനലിൽ. അതുകൊണ്ടാണ് അവർ ചെയ്യാത്തത്. കാര്യം അവരുടെ വരുമാന മാർഗം വേറെയാണ്. ഇതുവഴി പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഓരോ സാധനങ്ങൾ. ഇനി അവിടെ വന്നിട്ട് സാക്ഷ്യം പറയുന്ന ഏതൊരാളിനെ നിങ്ങൾ വിളിച്ചിട്ട് വന്ന് സാക്ഷ്യം പറയിപ്പിച്ചോ അതെല്ലാം തെറ്റാണെന്ന് ഞാൻ പറഞ്ഞുതരാം, പ്രൂവ് ചെയ്തുതരാം. എപ്പോഴെങ്കിലും അങ്ങനത്തെ ആൾക്കാരെ പരിചയപ്പെടുകയോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുകയോ ചെയ്തിട്ടുണ്ടോ? സംസാരിക്കാൻ പറ്റണ്ട. ഇപ്പൊ എൻ്റെ വൈഫ് ഉണ്ടല്ലോ, വരുമല്ലോ, അവളുടെ സിസ്റ്റർ അവിടെ പോയിട്ട് സാക്ഷ്യം പറഞ്ഞത് എൻ്റെ ഇതിനകത്ത് കിടപ്പുണ്ട്. എന്തായിരുന്നു സാക്ഷ്യം പറഞ്ഞത്? സാക്ഷ്യം പറഞ്ഞത് പുള്ളിക്കാരി, സിസ്റ്റർ എന്ന് പറഞ്ഞ കസിനാണ്, പുള്ളിക്കാരി ഓസ്ട്രേലിയയിൽ പോയി കല്യാണം കഴിച്ചിട്ട് അവിടെ നഴ്സിങ്ങിന് ജോയിൻ ചെയ്തു, അത് പഠിക്കുന്നു. പുള്ളിക്കാരുടെ പ്രഗ്നൻസി ടൈമിൽ ഡയബറ്റീസ് വരുന്നു. കേട്ടിട്ടുണ്ടോ അങ്ങനെ? ചിലർക്ക് വരാമെന്ന് കേട്ടിട്ടുണ്ട്. ചിലർക്ക്, അതായത് പ്രഗ്നൻസി ടൈമിൽ ഡയബറ്റീസ് വരുന്ന 90% പേർക്കും പ്രസവത്തിന് ശേഷം ആ ഡയബറ്റീസ് പോകും. 10% പേർക്ക് ചിലപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഈ പുള്ളിക്കാരി ആ പ്രഗ്നൻസിയിൽ ഇത് വന്നു, ഇൻസുലിൻ എടുക്കുന്നു, അതിനുശേഷം മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നു, ഈ ഡയബറ്റീസ് പോകുന്നു. അതാണ് അവിടെ സാക്ഷ്യം പറഞ്ഞത്. മനസ്സിലായില്ലേ? പിന്നെ കാനഡയിൽ വിസ പ്രോസസ്സിങ്ങിന് കൊടുക്കുന്നു, റിജക്റ്റ് ചെയ്യുന്നു. ഹസ്ബൻഡ് അവിടെയാണ്. അത് റിജക്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും കൊടുക്കുന്നു, കിട്ടുന്നു. അതാണ് അടുത്ത സാക്ഷ്യം. അപ്പോൾ അവർ പറഞ്ഞ വർഷം 2021 തൊട്ട് 24 ഇടയിലുള്ള ഗ്യാപ്പിലാണ് ഈ സമയം നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഈ കൊറോണ കഴിഞ്ഞിട്ട് കുറേ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു കാനഡ വിസ ആ സമയത്ത്. അപ്പോൾ അവർ കുറേ വിസ 4 മില്യൺ എന്തോ ആണെന്ന് തോന്നുന്നു വിസ വന്നതിൽ 2 മില്യൺ വിസകൾ പാസ്സാക്കിയിട്ടുണ്ട്. അതിൽ കുറേ നമ്മളെ വിസ പ്രോസസ്സിങ് അറിയാമല്ലോ, അവിടെ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് റിജക്റ്റ് ചെയ്യും. അപ്പോൾ രണ്ടാമത് കൊടുക്കുന്നത് ഹസ്ബൻഡ് കൊടുക്കുന്നതോടുകൂടി ഹസ്ബൻഡിന് പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത് അവിടുത്തെ റൂളാണ്. അത് മാതാവിൻ്റെ പ്രത്യേകതയൊന്നുമില്ല, എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് അവിടെ. പിന്നെ മൂന്നാമത് ഇവർക്ക് വിസ കിട്ടുന്ന സമയത്ത് വീട് വെക്കാൻ വേണ്ടി ലോൺ എടുക്കാൻ അങ്ങനെ എന്തോ ഇതിനായിട്ട് ജോലി സ്ഥലത്തുനിന്നൊരു പേപ്പർ വേണമായിരുന്നു. പെർമനൻറ്റ് ജോബാണെന്നുള്ളൂ, ടെമ്പററി ജോബായിരുന്നു. അപ്പോൾ കമ്പനിക്കാർ പെർമനൻറ്റ് ജോബെന്ന് അടിച്ചു കൊടുത്തു. ഇതെല്ലാം എൻ്റെ കിടപ്പുണ്ട്, ആ സാക്ഷിയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പെർമനൻറ്റ് ജോബെന്ന് അടിച്ചു കൊടുക്കുകയാണ്, പ്രാർത്ഥിച്ചത് കൊണ്ട് തെറ്റി അടിച്ചു കൊടുക്കുകയാണ്. അതാരുടെ കുഴപ്പമായിരിക്കും? അപ്പം നിങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ടൊരു ജോലി കിട്ടുമെന്ന് വയ്ക്കുക. ആരുടെയെങ്കിലും ജോലി കളഞ്ഞിട്ടല്ലേ ആ മാതാവ് പ്രാർത്ഥിച്ചിട്ട് ജോലി തരുന്നു? ഒരാളുടെ ജോലി കളഞ്ഞില്ലേ? ചേട്ടൻ എന്നെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും ആണോ? ഇപ്പം ഞാൻ പ്രാർത്ഥിച്ച് എനിക്കൊരു ജോലി കിട്ടി, എനിക്ക് യോഗ്യതയൊന്നും ഇല്ലെന്നാണ് അവർ പറയുന്നത്. എനിക്ക് ആ ജോലി കിട്ടാൻ യോഗ്യതയില്ല, ഞാൻ പ്രാർത്ഥിച്ച് ജോലി കിട്ടി. അപ്പോൾ യോഗ്യതയുള്ള ഒരാളിൻ്റെ ജോലി പോയോ? അപ്പോൾ ആ മാതാവ് ആരാണ്? അപ്പോൾ നമ്മൾ വിശ്വാസത്തിനെയാണോ അതേ വിശ്വാസിനെയാണോ നമ്മൾ ഊക്കിയത്? പറഞ്ഞ് ഏതിനായിരിക്കും? വിശ്വാസത്തിന്. വിശ്വാസം എന്നെ നിങ്ങളെ ബാധിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? വിശ്വാസം നമ്മളെ ബാധിക്കുന്ന കാര്യമൊന്നുമില്ല. വിശ്വാസിക്ക് പ്രാർത്ഥിച്ചിട്ട് വെറുതെ പോയി. അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, അവർ മര്യാദയ്ക്ക് അവിടെ നിന്നിട്ട് പിന്നെ അവരുടെ ഇത് പറഞ്ഞിട്ട് പോകും, നിങ്ങൾ അതിന് ഇടപെടുന്നത് എന്തിനാണ്? നമ്മുടെ ഫ്രണ്ടിൽ ഇത് വരുന്നോണ്ടല്ലേ ഇടപെടുന്നു. നിങ്ങളുടെ ചാനലിലൊരു സാധനം നമ്മുടെ ഫ്രണ്ടിൽ വരുമ്പോഴല്ലേ നമ്മൾ കാണുന്നത്. തീർച്ചയായും. അതുപോലെ നമ്മുടെ ഫ്രണ്ടിലൊരു സാധനം വരുമ്പോൾ നമ്മൾ ഇടപെടും, അവരും അങ്ങനെ ഇടപെടുന്നുണ്ട്. എനിക്ക് എന്നെ മറുപടി പറയണത് നടത്തില്ല. ഞാനിങ്ങനെ, അതായത്
ഞാൻ ഇപ്പോഴും ആ പറഞ്ഞത് കറക്റ്റ്. പക്ഷെ ഇപ്പോഴും ഞാൻ ചോദിക്കുന്നത്, നമ്മളൊരു പോസിറ്റീവ് തിങ്കിങ് എന്നാണ് എന്നെ പറയുന്നത്, കർമ്മ എന്നല്ല, പോസിറ്റീവ് തിങ്കിങ്. അതായത് എനിക്ക് ചുറ്റും എനിക്കിപ്പം ഞാനിങ്ങനെ ചിന്തിക്കുവാണ്, എനിക്ക് കാറ് വാങ്ങിക്കണം, അല്ലെങ്കിൽ എന്നിട്ട് അതിനുവേണ്ടി പണിയും കൂടെ എടുക്കണം കേട്ടോ. പണിയെടുക്കാതിരുന്നിട്ട് കാർ പോസിറ്റീവ്, അതിങ്ങനെ നിറയുമ്പോൾ സ്പ്രെഡ് ആവുമ്പോഴാണ് പോസിറ്റീവ് തിങ്കിങ് നല്ലതാണെന്നുള്ളത്. അത് സ്പ്രെഡ് ആവുമ്പോഴാണ് ഈ യൂണിവേഴ്സ് നമുക്കത് തരുന്നതെന്നാണ്. അല്ലെങ്കിൽ മറ്റേ ആൽക്കമിസ്റ്റിന് ഇത് പറയുന്ന പോലെ പോസിറ്റീവ് നല്ലതാണ്, പോസിറ്റീവിലൂടെ നമുക്ക് ശരിക്കും പ്രെയറിലൂടെ. ഇപ്പൊ ഞാൻ പറയാം, പലയിടത്തും പ്രെയർ നടക്കുമ്പോൾ അവരെല്ലാരും കൂടെ ഭയങ്കരമായിട്ടും വിളിക്കുന്നു. ഇപ്പം എൻ്റെ ഈ പ്രെയർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? 2 ടൈപ്പ് പ്രെയർ ഉണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, എനിക്ക് വേണമെങ്കിൽ ശരണ്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഏത് പ്രെയറാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഉദ്ദേശിക്കുന്നു? എല്ലാം. ഞാൻ ശരണ്യയുടെ ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ശരണ്യയുടെ അസുഖം വേണ്ടി മാറാൻ വേണ്ടിയാണ് ഏതാ ഉദ്ദേശിക്കുന്നത്? ഇനി ഞാൻ ശരണ്യ അസുഖമായിട്ട് കിടക്കുമ്പോൾ ശരണ്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിനൊരു സയന്റിഫിക് ആയിട്ടൊരു സ്റ്റഡി ഉണ്ട്. അത് നടക്കില്ല എന്നുള്ളത് സയന്റിഫിക് സ്റ്റഡി ഉണ്ട്. ആ സ്റ്റഡിയിൽ നമ്മൾ വിശ്വനാഥൻ ഡോക്ടർ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എന്താ പറയുക, ഹാർട്ട് ഓപ്പറേഷൻ എന്തോ സർജറി നടത്തിയ ആൾക്കാർ 600 പേര് 500 പേരൊക്കെ ഉള്ള ഗ്രൂപ്പുകളിൽ നടത്തിയ സ്റ്റഡിയാണ്. ആ സ്റ്റഡിയിൽ ഈ അവർക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആൾക്കാരുണ്ട് എന്ന് പറയുന്നൊരു ഗ്രൂപ്പില്ലേ, പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നൊരു ഗ്രൂപ്പ്, ഒന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളില്ലാത്ത ഒരു ഗ്രൂപ്പ്. അപ്പൊ 3 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടായിരുന്നു ഈ സ്റ്റഡി നടത്തിയത്. അതിൽ എല്ലാവർക്കും അവരുടെ ഈ സർജറി കഴിഞ്ഞിട്ടുള്ള സ്റ്റേജുകളെല്ലാം ഒരേപോലെ പോയി. പക്ഷെ കൂടുതൽ ക്രിട്ടിക്കൽ സ്റ്റേജ് വന്നത് ഈ പ്രാർത്ഥിക്കാൻ ആളുള്ള ആൾക്കാർക്കായിരുന്നു. കാര്യം അവർക്ക് കൂടുതൽ ഭയം ഉണ്ടായിരുന്നു. പിടികിട്ടിയോ? അപ്പൊ ഇനി ആരും പ്രാർത്ഥിക്കണ്ട, ആരും തട്ടിപ്പോവാനാണ് ചാൻസ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട. എല്ലാവരും എന്നോട് പറയും നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ ഉൾപ്പെടുത്താം. ഞാൻ ഈ കൃപാസനം തന്നെ എടുത്ത് ചോദിക്കാൻ കാരണം എനിക്ക് ഡെയിലി 2 പേര്. അതിൽ പോസിറ്റീവിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലല്ലോ. അപ്പൊ ഞാൻ നെഗറ്റീവ് തോട്ടുകളിലൂടെ രക്ഷപ്പെടുന്നതാണ്. എൻ്റെ തോട്ടെല്ലാം നെഗറ്റീവ് ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ, ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കാറിലല്ലേ വന്നു, ഒരു റെഡ് സിഗ്നൽ. അപ്പോൾ എൻ്റെ നെഗറ്റീവ് തോട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ റെഡ് സിഗ്നൽ കട്ടാക്കിയാൽ എന്നെ വണ്ടി ഇടിച്ച് ഞാൻ മരിക്കും, അല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കും, എനിക്കിവിടെ എത്തിപ്പെടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ബ്രേക്ക് ഇട്ട് സ്റ്റോപ്പ് ചെയ്തു, എന്നിട്ട് ഗ്രീൻ വന്നപ്പോൾ ഞാൻ കടന്നു പോകും. അപ്പോൾ നെഗറ്റീവ് തോട്ട് എന്നെ രക്ഷിച്ച. ഏറ്റവും വലിയ നെഗറ്റീവ് തോട്ടാണ് ഞാൻ തട്ടിപ്പോണത്, ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് തന്നെ. എന്തൊരു നെഗറ്റീവോ? നെഗറ്റീവ് അല്ലേ അത്? തട്ടിപ്പോണത് നെഗറ്റീവ് അല്ലേ? അത് നെഗറ്റീവാ. അപ്പൊ അതിലൂടെ എനിക്ക് രക്ഷപ്പെട്ടു. ഇടുന്നത് വണ്ടി നിർത്താനല്ലേ? അതാണ് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് ഞാൻ കടക്കുന്നു, പോസിറ്റീവ്, ഇതൊന്നും എനിക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ നിയമമൊന്നുമില്ല. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം, ഇതുപോലെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ, ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്ന ആൾക്കാർ നിന്ന് കൂടിയും സംസാരിക്കുന്ന റോഡിൽ കൂടെ 100 കിലോമീറ്റർ സ്പീഡിൽ ഇതുള്ള ക്യാമറ 110 ക്യാമറ അടിക്കുന്ന റോഡിലൂടെ 100 കിലോമീറ്ററിൽ 110 20 പോയിട്ട് ക്യാമറ അടിച്ചിട്ട് പ്രാർത്ഥന കൊണ്ട് അതിന് ഫൈൻ വന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ പിന്നെ ഈ ജോലി പ്രാർത്ഥിച്ച് ജോലി കിട്ടുന്നത് ഇതുപോലെയല്ലേ? സെയിം അല്ലേ? ഒരാളുടെ ജോലി കളഞ്ഞിട്ടല്ലേ? ഇതേതോ ഒരു പടത്തിനകത്ത് എന്തോ ഉണ്ടായിരുന്നല്ലോ, കഴിഞ്ഞിടെ എന്തോ ഒരു കോമഡി ആയിട്ട് തന്നെ ഇത് ഇറങ്ങിയായിരുന്നു. എനിക്ക് ജോലി കിട്ടുന്ന മറ്റൊരാളുടെ ജോലി കളഞ്ഞിട്ടാണ് ആ ജോലി എനിക്ക് വേണ്ട. ഞാൻ ജോലിക്ക് പോകുന്നത് എന്താ? ജോലിയുമില്ല, എനിക്ക് ജോലിയില്ല. ഞാൻ എന്താ ജോലിക്ക് പോകുന്നത്? പറഞ്ഞോ, ഞാൻ എന്താ ജോലിക്ക് പോകാത്ത കാര്യം എന്താ? എനിക്കറിയാം. ഞാൻ ചെയ്യാനുള്ള ജോലികൾ എല്ലാവരും ചെയ്തോട്ടെ. എത്ര ഹ്യൂമാനിറ്റി ആണെന്ന് നോക്കിയേ. ഇതിന് വലിയ ഹ്യൂമാനിറ്റി ഉണ്ടാ? ചേട്ടൻ ജോലിക്ക് പോകും. ഞാനതൊക്കെ ചോദിക്കാം പേഴ്സണലി, കുറച്ച് ക്വസ്റ്റ്യൻസ്. അല്ല, അപ്പൊ ജോലിയില്ല. ജോലിയില്ല. ഞാൻ കല്യാണത്തിന് മുമ്പ് 1 വർഷം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു, കല്യാണത്തിന് ശേഷം 1 വർഷം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വൈഫാണ് ജോലി ചെയ്യുന്നത്, അദ്ദേഹം. അപ്പം കുടുംബനാഥന് പകരം കുടുംബനാഥനൊന്നും അങ്ങനെയൊന്നും പറയും. നമ്മൾ നമ്മുടെ വർക്ക് ചെയ്യുന്നു. നമ്മുടെ വർക്ക് വീട്ടിലെ വർക്കുകളാണ്. വീട്ടിലെ വർക്കുകൾ എന്ന് പറയുമ്പോൾ ഹൗസ് വൈഫ് ചെയ്യുന്ന എല്ലാ വർക്കുകളും. ഹൗസ് വൈഫൊക്കെ എന്ത് വർക്ക് ചെയ്യുന്നത് എനിക്കറിയാൻ വയ്യ, ബട്ട് ഞാൻ ചെയ്യുന്ന വർക്ക് എനിക്കറിയാം. ഹൗസ് വൈഫ് എന്ത് വർക്കായിരിക്കും ചെയ്യുന്നത്? വർക്കുകൾ പറ. അപ്പൊ ഞാൻ പറയാം. എക്സാമ്പിൾ, ഹൗസ് വൈഫ് ചെയ്യുന്നത് ഇപ്പൊ പിന്നെ ശരണ്യയുടെ മദർ, എന്റെ മദർ ചെയ്ത വർക്കൊക്കെ എനിക്കറിയാം. എന്റെ മദർ എന്താ ചെയ്തത്? കിച്ചണിലെ ജോലി, രാവിലെ എണീക്കും, കിച്ചണിൽ നമ്മുടെ സ്കൂളിൽ പോകാനുള്ള പരിപാടികളെല്ലാം കിച്ചണിലെ ജോലിയെല്ലാം ചെയ്യുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ സ്കൂളിൽ പോയതിനു ശേഷം അവർ വല്ല മംഗളോ മനോരമയോ അതൊക്കെ ഇരുന്ന് വായിക്കുന്ന കാര്യം അന്ന് ഇതില്ലല്ലോ, സോഷ്യൽ മീഡിയ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ലാസ്റ്റ് നിമിഷം യൂട്യൂബായിരുന്നു കണ്ടിരുന്നു. പിന്നെ അപ്പൊ അങ്ങനെയൊക്കെ. അതിനുശേഷം പിന്നെ നമ്മൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളെ കുളിപ്പിക്കുന്നു, നമ്മൾ അങ്ങനെയൊക്കെയുള്ള അല്ലേ, പഠിപ്പിക്കാനിരുന്നു, അങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ അടി തരുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പം എൻ്റെ ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ വൈഫാണ് ജോലിക്ക് പോകണമെന്ന് അറിയാമല്ലോ. അപ്പം ഞാൻ ഇതുപോലെ
പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നു, വീട്ടിലെ പണികൾ, വീട്ടിലെ ക്ലീനിങ്, അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ ജിമ്മിൽ പോകും, ചിലപ്പോൾ സാധനം കടയിൽ മേടിക്കാൻ പോകും. പിന്നെ വേറെ കുറേ കാര്യങ്ങളാണല്ലോ, ഇപ്പോൾ മകൻ്റെ കുറേ കാര്യങ്ങൾ കാണും, മകളുടെ കുറേ കാര്യങ്ങൾ കാണും, അപ്പോൾ അതിനെല്ലാം വേണ്ടി പോകും. പിന്നെ ചിലപ്പോൾ വിസയുടെ പ്രശ്നങ്ങളാണ്, അതിന് പോകും. അങ്ങനെയല്ല, കാറിൻ്റെ പ്രശ്നങ്ങളാണ്, അതിന് പോകും. ഹൗസ് വൈഫ് എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. തീർച്ചയായും ചേട്ടാ, എനിക്കറിയാം നിങ്ങളൊരു ഈ പറയുന്ന ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ജീവിക്കുന്നവരല്ലെന്നൊക്കെ എനിക്ക് കറക്റ്റായിട്ട് അറിയാവുന്ന അങ്ങനെയൊക്കെ ജീവിച്ച് വന്നതാണ്. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പൊ കുടുംബം പിരിച്ചു വിട്ടാലേ എന്ത് എന്നാലോചിച്ച് പിന്നെ നോക്കിയപ്പോൾ നമ്മളെ വൈഫ് ഉണ്ടല്ലോ, നമ്മുടെ വൈഫ് ഞാൻ കുടുംബം പിരിച്ചു വിടാനുള്ള മാനസികാവസ്ഥയുള്ള ആളല്ല, ഞാൻ അതാണ്. അപ്പം ഞാൻ വിചാരിച്ച് ഈ അലിമണി എന്ന് പറഞ്ഞ സാധനം അറിയാമോ? അലിമണി ഇല്ല. ഇപ്പൊ ഡിവോഴ്സിന് ശേഷം മറ്റേ കൊടുക്കേണ്ട പൈസ കൊടുക്കേണ്ട ജീവനാംശം. അപ്പൊ ജീവനാംശം. അപ്പൊ ഞാൻ എൻ്റെ അലിമണിയായിട്ട് ഞാൻ അവളുടെ കൂടെ ജീവിക്കുന്നു. മനസ്സിലായില്ലേ? എന്നെ അങ്ങ് കൊടുത്തിട്ട് ജീവിച്ചു. അല്ല ചേട്ടാ, ഇത് ഞാൻ കുറച്ച് വേറെ രീതി ചെയ്തു. എനിക്കറിയാം ചേട്ടൻ്റെ ആശയമായിട്ട് ഒരു 90% നമ്മൾ യോജിച്ചു പോകുന്നവരാ. അപ്പം 10% എന്താണെന്ന് അറിഞ്ഞാൽ മതി. 10% ഇപ്പൊ എല്ലാവർക്കും യോജിക്കും. എല്ലാവർക്കും ഒന്നിനോട് യോജിച്ച് അങ്ങനെ പോകാൻ പറ്റില്ല. ഇപ്പൊ മഹാത്മാഗാന്ധി എല്ലാവരും കൂടെ ലോകത്തുള്ളവർ യോജിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിനെ എല്ലാവരും യോജിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ യോജിക്കുന്നില്ലല്ലോ, അതുപോലെ തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ചേച്ചിക്ക് ചേട്ടൻ ജോലിക്ക് പോകാത്തതിന് പ്രശ്നമൊന്നുമില്ല? ഇല്ല, അങ്ങനെയുള്ള അതിപ്പോൾ അവളുടെ അടുത്ത് ചോദിച്ചാൽ മതി. പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ ചേച്ചി വരുമ്പോൾ ചോദിക്കും. പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഇത്രയും വർഷം 10-20 വർഷമായി ഒരുമിച്ച് ജീവിക്കുന്നു. പ്രശ്നം ഉണ്ടെങ്കിൽ 20 വർഷമായിട്ട് ഒരുമിച്ച് ഇങ്ങനെ നിങ്ങൾ കാണുന്ന രീതിയിൽ ജീവിക്കാൻ പറ്റും. അത് റിയൽ ആണോ ഫേക്ക് ആണോ? സ്ക്രീനിൽ ഒന്ന് ലൈഫിൽ വേറെ ഒന്ന്, അങ്ങനെ വല്ലതാണോ? ഞാൻ അങ്ങനെ ആരെയും കരുതുന്നില്ല. ഞാൻ അങ്ങനെ നമ്മളെ റീലിൽ കാണുന്ന അങ്ങനെ ആരെയും ഞാൻ അങ്ങനെ കരുതുന്നില്ല. എന്നെയല്ല, ആരെയും കരുതുന്നില്ല. റീലിലൊന്നും ലൈഫിലൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അവരങ്ങനെയും അങ്ങനെയാണ്. അങ്ങനെ അല്ലാതൊന്നും ആരുമില്ല. എനിക്ക് തോന്നിയിട്ടില്ല, അങ്ങനെ ആരെയും തോന്നിയിട്ടില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ആരുടെ അടുത്ത് ഒരു വിമർശനമില്ല. നിങ്ങൾ റീലിൽ ഇങ്ങനെ, ശരണ്യ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ, വീട്ടിലങ്ങനെ എനിക്ക് തോന്നാറില്ല. ഇത് ജോലിയുടെ ഭാഗം അല്ലേ. മറ്റത് ഞാൻ റീലിൽ കാണിക്കുന്നത് എൻ്റെ ശരിക്കുള്ള ഇത് തന്നെയാണ്, ഒരു സംശയമില്ല. ഞാൻ അങ്ങനെ തന്നെയാണ്. ഓക്കെ. അല്ലേ, അത് പറഞ്ഞപ്പോൾ മൈക്ക് ഈ നിലവിളക്കെ കൊണ്ട് കുത്തി വെച്ചേക്കുന്നത്. അപ്പോൾ നിലവിളക്ക് ഒരു ഉപയോഗം ഇല്ലാതിരിക്കുന്ന ഒരു സാധനത്തിന് പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നമ്മൾ കറക്റ്റ് അളവ്, കറക്റ്റ് പൊക്കം, കറക്റ്റ് മൈക്ക്. അപ്പം ഉപയോഗമില്ല സത്യത്തിൽ. നിങ്ങൾക്ക് വിളക്കൊക്കെ വല്ല ഉപയോഗമുണ്ട്? എനിക്കൊരു ഉപയോഗം തോന്നിയിട്ടില്ല. അത് 2 ഉണ്ട്. അതും 2 ഉണ്ട്. 2 ഉണ്ട്. ആ സെയിം സാധനം 2 ഉണ്ട്. അത് ഈ വീട്ടിൽ ആ നിലവിളക്ക് ആര് കൊണ്ടു വെച്ചതാ? അത് വൈഫിന്റെ ഒരു മദറിന്റെ ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുത്തത്. ഗിഫ്റ്റ് കൊടുത്തു. നമ്മൾ ഒരു വീട്ടിൽ പോയപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അങ്ങനെ അവൾക്ക് കൊടുത്തു. അപ്പൊ ഈ നിലവിളക്ക് കാണുക വെച്ചാല് ഇപ്പൊ ഷിജിൻ ചേട്ടൻ, ഷിജിൻ ഫെർണാണ്ടസ് എന്നാണ് പേര്. ഷിജിൻ റോയിറ്റ് സിറിൽ ജോർജ് ഫെർണാണ്ടസ്. എൻ്റെ അമ്മോ, ഒന്നുകൂടെ പറഞ്ഞേ. ഷിജിൻ റോയിറ്റ് സിറിൽ ജോർജ് ഫെർണാണ്ടസ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഷിജിൻ റോയിറ്റ് എൻ്റെ പേരാണ്. സിറിൽ എന്ന് വെച്ചാൽ ഫാദറിന്റെ പേര്, ജോർജ് ഫാദറിന്റെ പേര്. മറ്റേ സർനെയിം എന്ന് പറയുമ്പോൾ മറ്റേ പാസ്പോർട്ടിൽ വരുമല്ലേ ഫെർണാണ്ടസ്, അതെല്ലാം കൂടെ ചേർത്ത് ഒത്തു വന്നതാണ്. അപ്പോൾ പാസ്പോർട്ടിൽ ഇത്രയുണ്ടോ പേര്? പാസ്പോർട്ടിൽ അങ്ങനെയാണല്ലോ വരുന്നത്. പാസ്പോർട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത്. പാസ്പോർട്ടിലെ നെയിം കൊണ്ടാണ് എൻ്റെ ഫേസ്ബുക്കിൽ ആ നെയിം ആയിപ്പോയത്. കാര്യം ഫേസ്ബുക്കിൽ ഈ 2018 ഈ ഏതോ ഒരു ചോറ്റാനിക്കര അമ്മ അങ്ങനെ എന്തോ ഒരു ക്ഷേത്രം എന്തോ ഇല്ലേ, ചോറ്റാനിക്കര അമ്പലം, അത് അതിൻ്റെ ഒരു ഫേക്ക് ഗ്രൂപ്പ് നമ്മൾ തുടങ്ങി. ഒറിജിനൽ ചോറ്റാനിക്കര അമ്മ അങ്ങനെ എന്തോ ഒരു ഗ്രൂപ്പ് നമ്മൾ തുടങ്ങി. അപ്പോൾ അത് ഒരാഴ്ച കൊണ്ട് ഭയങ്കര ഹിറ്റ് അടിച്ച്, ഫുള്ള് സർക്കാസം അതിനകത്ത്. അപ്പോൾ അത് കേസായി, അത് പൂട്ടി. അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇത് ചെയ്ത് റദ്ദ് ചെയ്ത്. അപ്പോൾ സുക്കർ പറഞ്ഞ് നീ ഫേക്കാണ്, തെളിയിക്കണം. അപ്പം ഞാൻ ഇത് എനിക്ക് അറിഞ്ഞൂടായിരുന്നില്ല എന്ത് കൊടുക്കണമെന്ന്. അപ്പോൾ ഐഡിയകൾ കൊടുക്കാനുണ്ടായിരുന്നു. പാസ്പോർട്ട് എടുത്ത് കൊടുത്തു. അപ്പോൾ പേരങ്ങ് ഫിക്സഡ് ആക്കി കളഞ്ഞു, ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലങ്ങ് ആക്കി കളഞ്ഞു. അങ്ങനെയാണ് അത്. അതിനു മുമ്പ് ഞാൻ എൻ്റെ പേരിട്ടിരുന്ന ഷിജിൻ റോയിറ്റ് എന്ന് മാത്രമാണ് ഫേസ്ബുക്കിലൊക്കെ. അങ്ങനെ ഒരു സംഭവങ്ങൾ. അപ്പം ചേട്ടനെ സംബന്ധിച്ച് ഈ പേരിൽ ഒരു ഐഡന്റിറ്റി ഉണ്ട്, ക്രിസ്ത്യാനിറ്റി. ഓക്കെ. അപ്പോൾ തന്നെ ക്രിസ്ത്യാനിറ്റിയിൽ ഇപ്പം നമ്മൾ ആദ്യം ചോദിച്ച പോലെ തന്നെ നമുക്കൊരു ഇതര മതസ്ഥരെ കളിയാക്കാനോ എടുക്കാനോ ഒന്നുമില്ല. അപ്പം ഈ നിലവിളക്ക് എന്ന് പറഞ്ഞൊരു ഒരു സിംബോളിക്കാണ്. പലരും ഐശ്വര്യത്തിൻ്റെ സിംബോളിക്ക്, വീട്ടിൽ രാവിലെയും വൈകുന്നേരം വിളക്ക് കൊളുത്തുന്നവർ, അതവർ ഭയങ്കര ഇറ്റ്സ് ലൈക്ക് എ ഗോഡായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. അപ്പോൾ ആ ഒരു വസ്തുവിനെ ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ ഇപ്പം ഓക്കെ ഷിജിലിനൊക്കെ എനിക്കിതൊരു പ്രശ്നമല്ല, ഇതൊരു വസ്തു മാത്രമാണ്, ഉപയോഗമില്ലാതെ കിടക്കുന്ന ഒരു വസ്തുവിനെ ഞാൻ യൂസ് ചെയ്യുന്നു.
പക്ഷെ കാണുന്നവന് അതെങ്ങനെ ഫീൽ ചെയ്യുന്നു, അവർക്ക് നിങ്ങൾ എന്താ ഷിജിലേട്ടന് പറയാനുള്ള ശരിക്കും? അതിപ്പോൾ ഞാൻ ദൈവമായിട്ട് കാണുന്ന ഒരു സാധനമാണ് ജട്ടി. അത് മറ്റൊരു ഇട്ട് കിടക്കാൻ പാടില്ലെന്ന് ഞാൻ പറയാൻ പാടുണ്ടോ? പാടില്ലല്ലോ. നമുക്ക് കുരു പൊട്ടിയില്ല, അവർ ചട്ടി ഇട്ടോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കുരു പൊട്ടുന്നവർ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? അങ്ങനെയാണ് ഈ പറയുന്ന കാലങ്ങൾ ഉണ്ടാവുന്നത്. അതായത് ഇന്ന കാലത്ത് ഇന്ന സാധനം ഉണ്ടായിരുന്നു, ഇന്ന കാലത്ത് ഇന്നതായിരുന്നു, ഓരോ യുഗങ്ങളെന്നൊക്കെ പറഞ്ഞില്ലേ, കമ്പ്യൂട്ടർ യുഗം, ഐസ് ഏജ് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ നമ്മൾ ഇതിനെ തള്ളിക്കളയണം. ഈ വിളക്ക് യുഗത്തിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മൾ ജട്ടി യുഗം കൊണ്ടുവരണം. നിങ്ങൾ ഡിങ്കദൈവത്തിന്റെ ആളാണ്. ഡിങ്കനൊന്നും ഞാൻ പറഞ്ഞില്ല, എക്സാമ്പിൾ ഞാൻ ജട്ടി മാറ്റി പ്രായിരിക്കും. എന്റെ ചോദ്യത്തിന് എന്തെങ്കിലും ഒരു നല്ല ഉത്തരം ഇതിന്റെ കറക്റ്റ് ഉത്തരങ്ങളാണ്. ഇതിനെക്കാട്ടി നല്ല ഉത്തരങ്ങൾ ഞാൻ എന്റെ വായിന്ന് പ്രതീക്ഷിക്കേണ്ട. അത് ചോദ്യം ചോദിച്ചു ഞാനിങ്ങനെ ഉരുകി പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ വിശ്വാസത്തിന്റെ കാര്യം ചോദിച്ചപ്പോൾ ഷിജിലേട്ടൻ പറയുന്ന ഒരു കാര്യം, ഷിജിലേട്ടൻ ഒരു ഇതായിട്ട് കാണുന്നത് ജട്ടിയാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ അണ്ടർവെയറാന്ന് പറയുന്നു. ഇത് ചേട്ടൻ്റെ വിശ്വാസമാണ്. പക്ഷേ ഇത് കേൾക്കുന്ന നമ്മുടെ ഈ ഇൻ്റർവ്യൂ കേൾക്കുന്ന ബഹുഭൂരിപക്ഷം ഇവിടെയുള്ളത് അങ്ങനെ തന്നെയാണ്. എങ്ങനെയുള്ളതാണ്? അമിതമായി ദൈവങ്ങളിൽ അല്ലെങ്കിൽ മറ്റൊരാളിൽ തങ്ങളുടെ എല്ലാം അർപ്പിച്ചിട്ടുണ്ട്, അയാൾ നമ്മളെ നോക്കും എന്നുള്ള ബിലീഫുള്ള ആളുകളാണ്. അതാണ് ഇറ്റ്സ് കോൾഡ് ദൈവം. ഏത് മതത്തിലാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ പണിയെടുക്കാണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. അപ്പം അവരിതിനെ എങ്ങനെയായിരിക്കാം എടുക്കുന്നതെന്നായിരിക്കാം. പിന്നെ ഇതെന്താണെങ്കിലും ഇൻ്റർവ്യൂ വരും. ഇപ്പം ചേട്ടൻ ഇതുവരെ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുമില്ല. ഇതും സ്വന്തം ഫേസ്ബുക്കിൽ ആ ഒരു മുറിക്കാത്തിരുന്നുള്ളതായിരുന്നു. അപ്പം ഇതിനെ എങ്ങനെയായിരിക്കും ചേട്ടൻ ഇത് ഔട്ട് വന്ന എന്തായിരിക്കാം എന്നാണ്? അങ്ങനെ ഞാൻ നാളെ എന്തായിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു സാധനവും ഞാൻ ചെയ്യാറില്ല, ഒന്നും ചെയ്യാറില്ല. നമുക്കിത് പറയാനുള്ള അവകാശം ഇവിടെ ഇല്ലേ? അത്ര മാത്രം ചിന്തിച്ചാൽ. ഇപ്പം ഞാനും വിശ്വാസിയായിരുന്നല്ലോ, എനിക്ക് കുരുപൊട്ടലുണ്ടായിരുന്നു. ഞാൻ എങ്ങനെ കുരുപൊട്ടൽ അവസാനിപ്പിച്ചു? എങ്ങനെ അവസാനിപ്പിച്ചു? എനിക്ക് പഠിക്കാൻ തോന്നി, ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു. ഞാൻ കൂടുതൽ വിശ്വാസത്തിലോട്ട് പോകാൻ വേണ്ടി പഠിച്ചതാണ്. ബൈബിള് തുറന്നു വെച്ചിട്ട് ബൈബിളിനെ തിരുത്താൻ ശ്രമിച്ച ആളാണ് ഞാൻ. 400 പേജ് എഴുതിയപ്പോഴാണ് ഞാൻ തിരുത്തപ്പെട്ടത്. അതോടെ അടച്ചു വെച്ചിട്ട് ഞാൻ എൻ്റെ പണി നോക്കി. അല്ല, അതിപ്പം ചേട്ടൻ അടയാളപ്പെടുത്തുവാണെങ്കിൽ ഒരു വിശ്വാസിന്നോ അവിശ്വാസിന്നോ എന്തും പറഞ്ഞായിരിക്കും അല്ലേ? അവിശ്വാസിയല്ല, വിശ്വാസിയല്ല. അവിശ്വാസി എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ ഒരു അത്ര വലിയൊരു യുക്തിപരമായിട്ടുള്ള ഇത് കാണുന്നില്ല. അത് അവർ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് വിശ്വാസം നഷ്ടപ്പെട്ട ആൾക്കാരായിരിക്കും. ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ട ആളല്ല. ഞാൻ കൂടുതൽ പഠിച്ച് യുക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് ലോജിക്കായിട്ട് തിങ്ക് ചെയ്യുന്നു, അങ്ങനെയൊക്കെ. ഞാൻ ഈ സയൻസ് ഒന്നും വായിച്ചിട്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. എനിക്ക് സയൻസിനെ കുറിച്ചൊരു സാധനം അറിഞ്ഞുകൂടാ. ചിലപ്പോൾ നമ്മൾ പറയുന്നതിലൊക്കെ സയൻസ് വരുമായിരിക്കും, അതെന്റെ തെറ്റല്ല, കുറച്ചുകൂടെ ലേൺ ചെയ്തതിന്റെ ഭാഗമായി ആയിരിക്കാം. ഞാൻ കൂടുതലും എൻ്റെ സമൂഹത്തിലോട്ട് നോക്കിയിട്ട് എൻ്റെ ചുറ്റുപാടും ഉണ്ടല്ലോ, എൻ്റെ ചുറ്റുപാട് ഫസ്റ്റ് നമ്മുടെ വീടിനകം, ഓക്കെ, അവിടെ നിന്നാണ് ഈ കൃപാസനമൊക്കെ എനിക്ക് കിട്ടുന്നത്. പിന്നെ നമ്മുടെ ചുറ്റുപാട്, പിന്നെ നമ്മുടെ സുഹൃത്ത് വലയം, പിന്നെ നിങ്ങളെ പോലെയുള്ള ഫേസ്ബുക്ക് വലയം, അല്ലേ? ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടിയതിൽ നിന്നാണ് നമുക്ക് കൂടുതൽ അറിവും കിട്ടുന്നത്. അങ്ങനെയാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നതും തിരുത്തപ്പെടുന്നതും ഒക്കെ അങ്ങനെയാണ്. ഇപ്പൊ ചേട്ടൻ തന്നെ പറഞ്ഞു ബൈബിള് വായിച്ചു, വിശ്വാസിയായിരുന്ന ചേട്ടനാണ്. വിശ്വാസിയായ ഒരാള് ബൈബിള് വായിച്ചു, അതിനെ തിരുത്തണം എന്ന് പറയുന്നത് ഏത് പോയിന്റിലാണ്? ആ പോയിന്റ് എന്ന് വെച്ചാൽ, ഈ ഫസ്റ്റ് എനിക്ക് വായിച്ചു വരുന്നപ്പോഴത്തേക്കും ഫസ്റ്റ് ഇത് തന്നെ, ഈ സൂര്യൻ പ്രകാശത്തിന് ശേഷം സൂര്യൻ ഉണ്ടായത്. ബൈബിളിൽ അങ്ങനെയാണ്. ആദ്യം പ്രകാശം വരുന്നു, പിന്നെ സൂര്യൻ വരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടായി. അപ്പോൾ 2 പ്രകാശം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സൂര്യനെ നോക്കും. സൂര്യനൊന്ന് മറഞ്ഞ് നമുക്ക് വേറെ വെട്ടം വല്ലതും വരുന്നുണ്ടാകും, സൂര്യൻ മറച്ചു വെച്ചിട്ടൊക്കെ നോക്കാം. അത്രയും വിഡ്ഢിയായിരുന്നു. പിന്നെ കാലക്രമേണ നമ്മൾ വീണ്ടും ബൈബിൾ തന്നെ കുറേ പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുണ്ട്. മീൻസ് മൊത്തമല്ല, അല്ലാതെ പല ഘട്ടങ്ങളായിട്ട് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തിരുത്തപ്പെടേണ്ട ഒരെണ്ണം പറഞ്ഞു. ഇതുപോലെ കുറച്ച് എക്സാമ്പിൾ എക്സാമ്പിൾ ഉണ്ട്. ഇപ്പോൾ ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ 10 കൽപ്പനകളിലൊന്നും 10 കൽപ്പനയൊന്നുമില്ല. ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ജീസസിന്റെ ഏറ്റവും വലിയൊരു കോട്ടാണ്. അപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു സംശയമാണ്, ശത്രുവിനെ നമ്മൾ എങ്ങനെ സ്നേഹിക്കും എന്ന് പറഞ്ഞു. ഒഴിവാക്കി വിടാൻ മേലെ ഇല്ല. അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശത്രുവിനെ നമ്മൾ സ്നേഹിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ശത്രുവിനെ ഉണ്ടാക്കണം. ശത്രുവിനെ ഉണ്ടാക്കാതെ എങ്ങനെയാണ് ശത്രുവിനെ സ്നേഹിക്കുന്നത്? അപ്പൊ ശത്രുവിനെ ഉണ്ടാക്കണമെങ്കിൽ നമ്മളൊരു ചുറ്റുവട്ടത്ത്, ഇപ്പൊ ഞാൻ, ശരണ്യയും, ഈ 4 പേര് നമ്മൾ അറിയാവുന്നതിരിക്കുമ്പോൾ, ഈ അറിയാവുന്നവരിടയിൽ നിന്നാണല്ലേ നമുക്ക് ശത്രു ഉണ്ടാകും. അമേരിക്ക ഇരിക്കുന്ന ഏതെങ്കിലും ഒരാളായിട്ട് നമുക്ക് ശത്രുത വരില്ലല്ലോ, അറിഞ്ഞൂടാത്ത. അപ്പൊ ഈ നിങ്ങളുടെ ചുറ്റുപാടുള്ള ഒരാളുമായിട്ടായിരിക്കും നമുക്ക് ശത്രുതയുള്ളത്. ആ ശത്രുത ഉണ്ടായതിനു ശേഷം പിന്നെ അയാളെ ഞാൻ സ്നേഹിക്കണം. അപ്പോൾ ആദ്യം ശത്രുവിനെ ഞാൻ ഉണ്ടാക്കണം. അപ്പോൾ യേശുവിന് പറയാൻ തെറ്റിപ്പോയ ഒരു സംഭവം ശത്രുവിനെ ഉണ്ടാക്കരുത് എന്നുള്ളതായിരുന്നു. ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു എന്താണ് പറയുന്നത്, ഭയങ്കര സുഖിപ്പിക്കൽ സാധനമായിപ്പോയി. ശത്രുവിനെ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിരുന്നു. അപ്പോൾ ഇനി ശത്രുവിനെ സ്നേഹിക്കാൻ 2-3 കാര്യം കൂടെ പറഞ്ഞില്ല. നിങ്ങൾ ശത്രുവിനെ സ്നേഹിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് ആ ശത്രുവിനെ എടുത്ത് മാറ്റണം. എന്നിട്ട് അയാളെ ഒരു സ്നേഹിതനായിട്ട് കാണണ്ടേ,
അപ്പൊ അയാൾ സ്നേഹിതനായി മാറിയില്ലേ? പിന്നെ ഈ ശത്രു എന്തോ ഒരു വഴിയും കൂടെ നോക്കിയിട്ടും എനിക്ക് ഈ ശത്രുവിനെ സ്നേഹിക്കാന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താൻ പറ്റുന്നില്ല. കാര്യം എനിക്ക് ശത്രുക്കളില്ല, ഞാൻ ശത്രുവായിട്ട് കാണുന്ന ആളില്ല, ഉണ്ടെങ്കിലല്ലേ പറ്റൂ. അത് ഇപ്പൊ എങ്ങനെ ചോദിക്കുമ്പോഴേ ഈ ശത്രു എന്ന് പറയുന്നത് നമ്മളുടെ വളർച്ചയില് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ വാക്ക് ചിലപ്പോൾ ഹേർട്ട് ചെയ്യും ചിലർക്ക്, അറിയാണ്ട് നമ്മൾ പറഞ്ഞു. ഞാൻ പോലും ഇപ്പൊ നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ എത്രണ്ണം ഇവർക്കൊക്കെ ഹേർട്ട് ചെയ്തെന്ന് എനിക്കറിയില്ല. നമ്മൾ ചെറിയൊരു ജോക്കായിരിക്കും. അതായത് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ എനിക്കൊരു നല്ല കാമുകനില്ല എന്നെ കൊണ്ടുപോയി. നമ്മൾ അതിന്റെ ഒരു ആൻസർ ഞാൻ പറയാം. നമ്മൾ മറ്റുള്ളവർക്ക് ഹേർട്ട് ആവോന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ അഭിപ്രായം നമ്മൾ പറയാതിരുന്നു കഴിഞ്ഞാൽ ഈ ഹേർട്ടായിട്ട് മാറി ചിന്തിക്കാനായിട്ടുള്ള ഒരാളാണ് അപ്പുറത്തിരിക്കുന്നതെങ്കിലോ കുറച്ചുകൂടെ നല്ലതല്ലേ സമൂഹത്തിന്? ഹേർട്ടാക്കുന്നതോ? ഹേർട്ടാക്കുന്നതല്ല, ഹേർട്ട് ആവുന്നതിലൂടെ അയാൾ ചിന്തിക്കാൻ തുടങ്ങുന്ന വ്യക്തിയാണെങ്കിലോ നമ്മളൊക്കെ അങ്ങനെ ചിന്തിച്ചവരാണ്. നമ്മൾ ചിന്തിച്ചവരാണ്. അയാൾ അങ്ങനെ ആണെങ്കിലും ചിലപ്പോൾ അയാൾക്കൊരു പോയിന്റ് അവിടെ കിട്ടിയാലോ അതിലൂടെ. ഈ കൂടുതലുള്ള ചെറിയ ചെറിയ നമ്മൾ കാണാറില്ലേ, മദ്യം കഴിക്കാൻ വിളിച്ച സുഹൃത്തിനെ വിളിച്ചിട്ട് ചെല്ലാത്തതിനെ കുത്തിക്കൊന്നു ഉണ്ടോ? അതായത് നിസ്സാര പ്രശ്നമാണ്. അതെ. അപ്പൊ അതും ഒരു ശത്രുത വിളിച്ചു വരുന്നതല്ല ആ ഒരു മൊമെന്റില്. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ശത്രുക്കളെ? ഇല്ല, ഞാൻ ശത്രുവായിട്ട് കാണുന്നില്ലെന്നാ പറഞ്ഞത്. മറ്റൊരാൾ എന്നെ ശത്രുവായിട്ട് കാണുന്നത് അയാൾ യേശുവിന് പറയുന്ന കേൾക്കണമായിരുന്നു. മനസ്സിലായോ? അയാൾക്കും കൂടെ വേണ്ടിയല്ലേ യേശു പറഞ്ഞത്, എനിക്ക് മാത്രമല്ലല്ലോ. ശത്രുക്കളെ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ശത്രുത ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചേട്ടൻ പറയുന്ന ഒരു കണ്ടുപിടുത്തം. എനിക്ക് ശത്രുവില്ല, ഞാൻ ആരെയും ശത്രുവായിട്ട് കാണുന്നില്ല, ഒരാളിനെയും കാണുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ചേട്ടൻ വീഡിയോസിലെല്ലാം വന്ന ആളുകള് ഭയങ്കരമായിട്ട് വിമർശിക്കുന്നുണ്ട്. അത് വിളിക്കാറുണ്ട്. അത് കുടുംബത്തിലിരിക്കുന്നവരെ എന്നെ തെറി വിളിക്കുന്നതിന് ഞാൻ വലിയതായിട്ട് മറുപടി കൊടുക്കാറില്ല. പക്ഷെ നമ്മുടെ ഫാമിലി നമ്മളെ ഈ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളിനെ വെളിയിൽ നിന്ന് കൊണ്ടുവരുന്നു, ഞാനുമായിട്ട് ഈ ഒരു കാര്യത്തിൽ ബന്ധമില്ലാത്ത ഫാദർ ആയിരിക്കാം, മദർ ആയിരിക്കാം, അല്ലെങ്കിൽ വൈഫായിരിക്കാം, മക്കളായിരിക്കാം, അവരെയൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ മറുപടി കൊടുക്കും. അപ്പോഴും ചേട്ടൻ ശത്രുത ഉണ്ടാക്കുമല്ലേ? ശത്രുതയൊന്നും ഉണ്ടാകുന്നില്ല, ഞാൻ മറുപടി കൊടുക്കണേ. അവർ ചേട്ടൻ ഒരു വാക്ക് പറയുമ്പോൾ ആ പറയുന്ന ആളുകൾക്ക് ശത്രുത വരും. അവർക്ക് ആയിക്കോട്ടെ, എനിക്ക് അവരെ തിരുത്താനൊന്നും പറ്റത്തില്ലല്ലോ. തിരുത്താൻ എന്നെ സ്നേഹിക്കുന്ന 100 പേരുണ്ടെന്ന് ചോദിക്കാം, ഞാൻ ചിലപ്പോൾ അവരെ 100 പേരെ ഞാൻ തിരിച്ച് സ്നേഹിക്കുന്നില്ല, എനിക്ക് പറ്റിയെന്ന് വരത്തില്ല അല്ലേ? നമ്മൾ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്. ബൈബിൾ വാക്യം വെച്ചിട്ടാണെങ്കിൽ ശത്രുക്കളെ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ അല്ല, ശത്രുക്കളെ ഉണ്ടാക്കാതിരിക്കാൻ ആണല്ലോ. അപ്പൊ ചേട്ടൻ ഈ പറയുന്ന വാക്കുകൊണ്ട് പലരുടെ ശത്രു ആയോ? എനിക്കറിയില്ലെന്നത്. ഞാൻ ആരുടെ ശത്രുവല്ല, ഞാൻ ശത്രു ഉണ്ടാക്കലെന്ന് പറഞ്ഞാൽ എന്റെ കാര്യമാണ്. എനിക്ക് ശത്രുത ഇല്ലെന്നാണ് പറഞ്ഞത്. യേശു എന്റെ അടുത്തല്ലേ പറഞ്ഞു ശത്രുക്കളെ സ്നേഹിക്കാൻ തന്നെ. അപ്പൊ എനിക്കൊരാൾ ശത്രുവായിട്ട് ഞാൻ കണ്ടാലേ അയാളെ സ്നേഹിക്കാൻ പറ്റൂ. അവരെന്നെ കാണുന്നുണ്ടല്ലേന്ന് എനിക്കറിയില്ലല്ലോ. ഇപ്പൊ ശരണ്യ എന്നെ സ്നേഹിക്കുകയാണ്, ആ ശരണ്യ എന്നെ ശത്രുവായിട്ട് കാണുന്നത് എനിക്കറിയില്ല. വേറൊരാളിനെ പറയുന്നത്, ശരണ്യ എന്നെ വേറൊരാളിനെ പറയുന്നത് മനസ്സിലായി, അറിയില്ല. അപ്പൊ ചേട്ടാ എങ്ങനെയാ ചേട്ടാ ചേട്ടനെ പക്ഷെ ഞാൻ ശത്രുവായിട്ട് കാണാൻ എനിക്ക് അറിയാൻ പറ്റൂലേ? എനിക്ക് ദേഷ്യം കാണത്തില്ല അയാളുടെ അല്ലേ? അത്ര മാത്രമല്ലേ എനിക്ക് അറിയാൻ പറ്റൂ. അപ്പൊ എന്റെ അടുത്തല്ലേ യേശു പറയുന്നത് നിങ്ങൾ ആ ശത്രുവിനെ സ്നേഹിക്കാൻ. ഓക്കെ, ഇനി ഒരെണ്ണം കൂടെ ചോദിച്ചാൽ എന്തായിരിക്കും പറയാൻ പറ്റുന്നത്? ബൈബിളിലെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പിന്നെ ഓർത്തെടുക്കാൻ പാടാ. പ്രത്യേകിച്ച് ഞാൻ ബൈബിളുമായിട്ടുള്ള ആ ഒരു എഴുത്തൊക്കെ ഇല്ലേ, ബൈബിളുമായിട്ടുള്ള എഴുത്തുകളില്ലേ, അത് ഞാൻ അല്ലെന്ന് ഈ ബൈബിളുമായിട്ട് ഞാൻ ഇങ്ങനെ വിമർശിച്ചോണ്ടിരുന്ന സാധനങ്ങളില്ലേ, അതൊരു 5 വർഷം മുമ്പ് നിർത്തി. 5 വർഷം മുമ്പ് വരെയാണ്, 4 വർഷം മുമ്പൊക്കെ, 5 വർഷം 2020 വരെ സ്ഥിരമായിട്ടൊക്കെ എഴുതുമായിരുന്നു, പിന്നെ നിർത്തി. ഇപ്പൊ അതുമായിട്ട് അങ്ങനെ എഴുതാറില്ല, ബൈബിള് എഴുതാറില്ല. ഈ പറയുന്ന പോലെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ബൈ ബർത്ത് നിങ്ങൾക്കൊരു മതമുണ്ട്, ഇപ്പം മക്കളെയും ആ ഒരു രീതിയിലാണോ വളർത്തിയേക്കുന്നത്? അപ്പൊ ഇങ്ങനെ ഈ വിമർശിക്കുമ്പോൾ നിങ്ങളുടെ മക്കളെയും ക്രിസ്ത്യാനിയായിട്ടാണ് വളർത്തിയെന്നാണ് ചോദിക്കുന്നത്. അതായത് ഞാൻ 2015 ഞാനൊരു നിരീശ്വരവാദി എന്ന് പറയുന്ന ഈ ബൈബിളിനെയൊക്കെ വിമർശിക്കാനായിട്ട് 2016 തൊട്ടൊക്കെയാണ് തുടങ്ങുന്നത്. അതായത് എൻ്റെ കല്യാണം 2005 മകൻ ജനിച്ചത് 2006. അപ്പൊ അവൻ നമ്മുടെ വിശ്വാസപ്രകാരം, ഞാനത് വിശ്വാസിയാണല്ലോ, വിശ്വാസപ്രകാരം വിശ്വാസപ്രകാരം ബാപ്റ്റിസം 3ാമത്തെ മാസത്തിൽ അവൻ എടുത്തു. ഓക്കെ, അപ്പൊ 2006 ജനിക്കുന്നു, മാർച്ചിൽ ജനിക്കുന്നു, ജൂൺ 17 ആയിരുന്നു അവന്റെ ബാപ്റ്റിസം, എന്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. അപ്പൊ അന്നാണ് അവന്റെ ബാപ്റ്റിസം നടത്തിയത്. അത് കഴിഞ്ഞ് അവൻ വളർന്നു വരുന്നു, പള്ളിയിലൊക്കെ പോകുന്നു, പള്ളിയിൽ ആൾട്ടർ ബോയ് ആയിരുന്നു, എല്ലാം അങ്ങനെ വരുന്നു. പിന്നെയുള്ള നമുക്ക് ഈ തോട്ടുകൾ ഉണ്ടാകുന്നു, നമ്മളിതിൽ നിന്ന് മാറുന്നു. ഒരു 2016 ഞാൻ ഈ വിശ്വാസത്തിൽ നിന്നൊക്കെ പുറത്തു പോകുന്നു. 2018 ആപ്പിൾ ജനിക്കുന്നത്. ആപ്പിൾ ഇതുമായിട്ട് യാതൊരു ബന്ധത്തിലല്ല വളർന്നിട്ടിരിക്കുന്നത്. ഒക്കെ ബാപ്റ്റിസവും നടത്തിയിട്ടില്ല, ഒന്നുമില്ല. അപ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു കുടുംബം നമുക്ക് ഓക്കെ, വൈഫ്
നിങ്ങൾ രണ്ടുപേരുടെ കുഞ്ഞുങ്ങളുടെ കാര്യം തന്നെ. അല്ല, വൈഫിന് ഇപ്പൊ ഈ പറയുന്നതായിട്ട് ഞാൻ ഈ ചെയ്തതായിട്ടൊന്നും യാതൊരു യോജിപ്പും ഉള്ള ആളല്ല. ഓക്കെ. അപ്പൊ ഈ പറയുന്ന മറ്റുള്ള ആളുകളെ നമ്മൾ എങ്ങനെയാണ്, നമ്മൾക്ക് എപ്പോഴും പുരോഗമനം പറയാൻ എളുപ്പമായിരിക്കും. അതെ അതെ, അതായത് ഇപ്പൊ എനിക്ക് പുരോഗമനം പറയാൻ പറ്റും, പക്ഷെ എൻ്റെ ഫാമിലിയിലുള്ളവരെ, അതായത് നമ്മൾ പറയുന്നത് നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സർക്കിളിൽ നിന്ന് വേണം. ഒരു വീട് നന്നായ നാട് നന്നാവും, നാട് നന്നായി, അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഫാമിലിനെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുക, അല്ലെങ്കിൽ അതെങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് ഞാനിപ്പോ ഈ ബാപ്റ്റിസം ഒക്കെ നടത്താതിരുന്ന കാര്യം അതായത് മൊത്തത്തിൽ ഈ വീട്ടിലെല്ലാരും വിശ്വാസികളായിരിക്കുമല്ലോ ഇപ്പോഴും. അപ്പൊ അവരെ എങ്ങനെയാണ് ചേട്ടന്റെ ചെയ്തികൾ ബാധിക്കുന്നത്, അല്ലെങ്കിൽ പറച്ചിലുകൾ അവർക്ക് എങ്ങനെ ബാധിക്കും അറിയത്തില്ല. ഞാനുമായിട്ട് അവരെങ്ങനെയാണെന്നായിരിക്കും ചോദിക്കുന്നത്. രണ്ടും, അതായത് ഞാനിപ്പോ ഇതെങ്ങനെ ഉപദേശിക്കാൻ ബാപ്റ്റിസം നടത്താതെ എങ്ങനെ, മകളുടെ ബാപ്റ്റിസം നടത്താതിരിക്കുമ്പോൾ ചോദ്യം ചോദിക്കും, അങ്ങനെയൊക്കെ ഉള്ളില്ല. അതായത് ഫേസ്ബുക്കിൽ ഞാൻ എഴുതുന്നതൊക്കെ വായിച്ചിട്ടില്ലേ, അതെല്ലാം അവരും വായിക്കുന്നുണ്ടല്ലോ, അതൊരു ഇതുണ്ടല്ലോ, അതൊരു പ്രശ്നമല്ലേ. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ കടന്നു പോകുന്നു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള ഒരു ജീവിത രീതി കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റുന്നത്. ഫസ്റ്റ് തിങ് അതാണ്. അതായത് ഇവർക്ക് എന്നെ കുറ്റപ്പെടുത്താൻ വല്ലതും വേണ്ടേ, എങ്കിലല്ലേ പറ്റൂ. ഈ ഫാമിലി എന്ന് പറഞ്ഞ ആൾക്കാരിൽ എന്നെ കുറ്റപ്പെടുത്താൻ വല്ലതും വേണ്ട. ഞാൻ അങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ അടുത്ത സമയത്തൊക്കെ വീഡിയോ. അതായത് നിങ്ങൾക്ക് എന്നെ ഒരു കുറ്റപ്പെടുത്താൻ ഒന്നുമില്ലെങ്കിൽ പിന്നെ വിശ്വാസം പറയുന്നതിനെ വെച്ച് മാത്രമല്ലേ കുറ്റപ്പെടുത്താൻ പറ്റൂ. അതെ, വിശ്വാസം അത്രേ ഉള്ളൂ കാര്യം, ആ ഒരു കാര്യമേ ഉള്ളൂ. പിന്നെ ഈ ബാപ്റ്റിസത്തിൻ്റെ കാര്യമാണെങ്കിൽ ബാപ്റ്റിസം ഇത് കണക്ക് വൈഫ് പറഞ്ഞു ഇങ്ങനെ ഫാദറും മദറിനൊക്കെ വേണ്ടി നമുക്ക് അവർക്ക് ആപ്പിളിന് ബാപ്റ്റിസം ചെയ്തുകൂടെ അവർക്ക് വേണ്ടി. ഞാൻ പറഞ്ഞു ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് വേണ്ടി അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ മദർ ഇപ്പോൾ അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ എൻ്റെ വീട്ടിൽ വെച്ചാണ് നടത്തുന്നത്. അത് ഞാൻ ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ടേ. പിന്നെ ബർത്ത്ഡേ നടത്തുന്ന സമയത്ത് എൻ്റെ വീട്ടിലൊരു ജീസസിൻ്റെ പടം വെക്കണമെന്ന് മമ്മി പറഞ്ഞു. അപ്പോൾ ആ പടം ഇരുന്ന സ്ഥലത്ത് എൻ്റെ പടമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. യേശുവിൻ്റെ മമ്മിയാണ് യേശുവിൻ്റെ ഒരു രൂപം അവിടെ കൊണ്ട് വെച്ചിരുന്നത്. അതൊക്കെ ദൂരെ എടുത്ത് എറിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ഫോട്ടോ അവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിൽ ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, കണ്ടിട്ടില്ലേ അത്. അപ്പോൾ അത് മമ്മി പറഞ്ഞ് ഈ ബർത്ത്ഡേയുടെ അന്ന് പറഞ്ഞ് ഞാൻ പാർട്ടിക്ക് വരണമെങ്കിൽ നീ ആ സാധനം എടുത്ത് മാറ്റി യേശുവിൻ്റെ ഒരു പടം വെക്കണമെന്ന് പറഞ്ഞു. ആൾക്കാരൊക്കെ വരുമ്പോൾ കാണൂലേ. ഞാൻ പറഞ്ഞത് നടക്കില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതേപോലെ ആഡം വലുതായിട്ട് ആഡം ബർത്ത്ഡേ പാർട്ടി അവൻ്റെ കൊച്ചിന് നടത്തുന്നു. അപ്പോൾ അവൻ്റെ വൈഫ് ചിലപ്പോൾ വിശ്വാസിയൊക്കെ ആയിരിക്കും. അവന് ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവില്ല, ആവാം, എന്തോ ആവാം. നമ്മളെപ്പോലെ അല്ലല്ലോ അവൻ യുക്തിവാദിയോ നിരീശ്വരവാദിയോ ഒന്നും അല്ലല്ലോ. അവൻ നോൺ റിലീജിയസ് ആയിട്ട് വളരുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ. ഇത് രണ്ടും രണ്ടാണ്. ആപ്പിൾ നോൺ റിലീജിയസ് ആയിട്ട് വളരുകയാണ് ചെയ്യുന്നു. യുക്തിവാദിയോ നിരീശ്വരവാദിയോ ഒന്നും ആവണമെന്നില്ല, അതൊക്കെ അവരുടെ ചോയ്സാണ്. അപ്പോൾ അവൻ നടത്തുന്ന സമയത്ത് ഞാൻ അവരുടെ വീട്ടിൽ ചെന്നിട്ട് പറയാണ്, ആ യേശുവിനെ എനിക്ക് വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കണം. ഓക്കെ, ഇന്നത്തെ ദിവസം നീ അപ്പന് വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നത്, അപ്പം നീ എനിക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ പറഞ്ഞാൽ അവർ ചെയ്യുമെന്ന് ഞാൻ എൻ്റെ മമ്മിയെ എടുത്ത് വെച്ചു. അതങ്ങനെ ശരിയാവും, ഒരു വിശ്വാസികളല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ എന്തോ മാംസമുണ്ടോ, അപ്പോൾ എനിക്കിവിടെ റോളില്ലേ. എനിക്ക് എൻ്റെ കൊച്ചിൻ്റെ കാര്യങ്ങൾ നടത്താവുന്ന സമയത്ത് എൻ്റെ ഇഷ്ടം, എൻ്റെ മകൻ അവൻ്റെ ഇഷ്ടം, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ എന്നെ നടത്തി, ഇത്രയും സംഭവം. അപ്പോൾ ഇടയ്ക്ക് ഇരിക്കുന്ന എനിക്ക് മാത്രം ഒരു അഭിപ്രായം പാടില്ലേ. ഇതേപോലെയാണ് ശരണ്യ നേരത്തെ ചോദിച്ചത്. ഞാൻ അഭിപ്രായം വിശ്വാസികൾക്ക് നേരെ അഭിപ്രായം പറയാൻ പാടില്ല. വിശ്വാസികൾക്ക് എന്താ അഭിപ്രായം പറയാം, അതെന്ത് ന്യായമാണ്. വിശ്വാസികൾക്ക് ഈ പറയുന്ന യൂട്യൂബ് ചാനൽ വഴി ക്യാൻസർ രോഗവും ഡയബറ്റീസും എല്ലാം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളെ കുരു പൊട്ടിക്കുക, നമുക്ക് തിരിച്ച് കുരു പൊട്ടിച്ചിട, രണ്ട് സൈഡും പൊട്ടണം. മനസ്സിലായില്ലേ? അതായത് ഞാൻ ഈ പറയുന്നത് എനിക്ക് മാനവികത എന്ന് പറയുന്ന സാധനം ഇല്ല.